എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുതിയ ചില വാർത്തകൾ വയനാട്ടിൽ നിന്ന് അനൂപ് നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണ് എന്ന മട്ടിലാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കോടതിയിൽ പോലും ഐ.സി. ബാലകൃഷ്ണൻ്റെയൊക്കെ അഭിഭാഷകർ ആ രീതിയിലാണ് ഭീഷണി കത്താണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം വാദത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് അല്ല, ഭീഷണി കത്ത് മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പ് മാത്രമല്ല എൻ.എം. വിജയൻ എഴുതി വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങളും എൻ.ഡി. അപ്പച്ചനെയും ഐ.സി. ബാലകൃഷ്ണനെയും വിളിച്ച ഫോൺ സംഭാഷണങ്ങൾ, ഡയറി കുറിപ്പുകളൊക്കെ പ്രോസിക്യൂഷൻ ഇന്ന് കൽപ്പറ്റ സെഷൻസ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോഴാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഇന്നലെയും കേസിൽ വാദം തുടർന്നിരുന്നു. 18-ാം തീയതിയാണ് വിധി വരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ. നമുക്ക് റിപ്പോർട്ട് കാണാം. കെ ഗോപിനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ രാവിലെ കോടതി പരിഗണിച്ചതിനു ശേഷമാണ് പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയത്. മറ്റുള്ളവരുടെ ഭാഗം ഇന്നലെ കോടതി കേട്ടിരുന്നു. ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ, എൻ.ഡി. അപ്പച്ചൻ, കെ ഗോപിനാഥൻ എന്നിവർ മരണത്തിന് ഉത്തരവാദികളെന്ന കത്ത് ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കണം. മരണക്കുറിപ്പായി എഴുതിയ കത്തിൽ എല്ലാ വിശദാംശങ്ങളുമുണ്ട്. കൂടാതെ പോലീസ് കണ്ടെടുത്ത ഡയറിയുടെ വിശദാംശങ്ങളും കേസ് ഡയറിയിലുണ്ട്. ഇതിൽ നേതാക്കൾക്ക് പണം നൽകിയതായി വ്യക്തമാണ്. പണം നൽകിയ നേതാക്കളുടെ പേരുകളും ഇതിൽ ഉൾപ്പെടുന്നു. നിർണായക ഫോൺ സംഭാഷണങ്ങളും പണമിടപാട് സംബന്ധിച്ചുണ്ട്. എൻ.എം. വിജയനുണ്ടായ സാമ്പത്തിക ബാധ്യത നേതാക്കൾ വരുത്തിവെച്ചതും അത് തിരികെ കിട്ടാത്തതുമാണ്. ഇതാണ് ആത്മഹത്യയിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യമെന്ന് തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ വാദിച്ചു. 1000 പേജുള്ള കേസ് ഡയറിയിലെ വിശദാംശങ്ങൾ മുൻനിർത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കുറ്റാരോപിതരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. പ്രതികൾ ശക്തരാണ്. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം. ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് എൻ.എം. വിജയന്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ കണ്ടതും ഇതോടൊപ്പം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പാർട്ടിക്ക് വേണ്ടിയാണ് എൻ.എം. വിജയൻ പണം വാങ്ങിയത്. ബാങ്കിൽ ആളുകൾക്ക് ജോലി നൽകാൻ കഴിയാതായതോടെ വിജയൻ പ്രതിസന്ധിയിലായെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ വിശദാംശങ്ങളും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്ത് വാദിച്ചു. അപ്പച്ചൻ്റെയും എം.എൽ.എയുടെയും ഫോണുകൾ പരിശോധിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയാൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾക്കാകും വഴിയൊരുങ്ങുക. കേസന്വേഷണം ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കൈരളി ന്യൂസ്, വയനാട്.